കാലഘട്ടമല്ലേ? ഇന്ന് ജന്മം നൽകിയ സ്വന്തം ഉപ്പാനെയും ഉമ്മാനെയും അതാ കൊന്നുകളയുന്ന കാലഘട്ടമല്ലേ? 2 മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ വായിച്ചില്ലേ? ആഷിഖ് എന്നാണ് ആ ഒരു ചെറുപ്പക്കാരന്റെ പേര്. കഞ്ചാവുമായി അതേപോലെ ലഹരിയുമായി ജീവിതം പങ്കുവെച്ച കാരണം കൊണ്ട് ആ ലഹരിക്ക് അടിമപ്പെട്ട മനുഷ്യനെന്ത് ചെയ്തു? സ്വന്തം ഉമ്മാനെ കത്തി കൊണ്ട് കുത്തി. സ്വന്തം ഉമ്മ അതാ ഗർഭം ധരിച്ച ഉമ്മയാണ്. ഉപ്പയേക്കാൾ 3 സ്ഥാനങ്ങൾ കൂടുതലുള്ള ഒരു സഹോദരിയാണ് നമ്മുടെ പൊന്നുമ്മ. ഗർഭം ചുമന്നത് 10 മാസം തള്ളയാ, പ്രസവിച്ച വേദന തിന്നതും അവൾ തന്നെയാ, പാലും കൊടുത്ത് വളർത്തലും അവളാണ്. ഈ 3 കാര്യം ബാപ്പയിൽ ഒഴിവാണ്. ഉമ്മ ചില ആളുകൾക്ക് കുറച്ചൊക്കെ അവർ അത്യാവശ്യം തിരക്കെല്ലാം തോന്നിക്കഴിഞ്ഞാൽ ഉമ്മാനെയും ഉപ്പാനെയും മറക്കുന്ന ഒരു കാലഘട്ടമല്ലേ? ഒരിക്കലും ആ ഉമ്മാക്ക് വലിയ സ്ഥാനം. ആ ഉമ്മാനെ നമ്മൾ മുഖത്തേക്ക് നോക്കണം. ഉമ്മാന്റെ കൈയൊന്ന് പിടിച്ച് ചുംബിക്കണം. ഉമ്മയോട് ദുആ ചെയ്യാൻ വേണ്ടി പറയണം. നമ്മൾ ചിലപ്പോൾ വലിയ ആളായിട്ടുണ്ടാകും. ഇന്ന് ഞാൻ വയലിന് പോലും ഉച്ചക്ക് എന്റെ വീട്ടിൽ പോയി എന്റെ പ്രായമുള്ള ഉമ്മയുണ്ട്. അല്ലാഹ് നമ്മുടെ ഉമ്മമാർക്കും ഉപ്പമാർക്കും അല്ലാഹുവേ നീ ദീർഘായുസ്സ് കൊടുക്കണേ അല്ലാഹ്. മരിച്ചുപോയ മാതാപിതാക്കൾക്ക് നീ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാഹ്. ആ ഉമ്മാനെ സന്ദർശിക്കലും ഉമ്മയുടെ മുഖത്തേക്ക് നോക്കലും അത് പുണ്യമാണ്, ഇബാദത്താണെന്ന് വിശുദ്ധമാകുന്ന ഇസ്ലാം പഠിപ്പിക്കുമ്പോൾ എത്രമാത്രം വലിയ നീചമായ പ്രവർത്തനമാണ് ചെയ്തത്. ലഹരിക്ക് അടിമപ്പെട്ടു പോയി. ഇന്നത്തെ കാലഘട്ടം വളരെ മോശമായ കാലഘട്ടമല്ലേ? ഇന്ന് സ്കൂളുകളിലും കോളേജുകളിലും നടക്കുന്നത് എന്താണ്? സെന്റ് ഓഫിന്റെ പേരിൽ അതാ പരസ്പരം തെറ്റുകൾ ചെയ്തുകൊണ്ട് ആണും പെണ്ണും കൂടിക്കലർന്നുകൊണ്ട് ഹറാമുകൾ ചെയ്യുന്ന ഒരു കാലഘട്ടമല്ലേ എന്റെ ഉമ്മമാരെ, സഹോദരിമാരെ? അതുകൊണ്ട് നമ്മൾ ആ വിഷയം നന്നായി ശ്രദ്ധിക്കണം. മക്കളുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് ഉമ്മമാരാണ്. അൽ മർഅതു റായിയത്തുൻ ഫീ ബൈതി സൗജിഹാ വ വൽദിഹി. പെണ്ണിന്റെ ഉത്തരവാദിത്വം. പെണ്ണൊരിക്കലും പള്ളിയിലേക്ക് വരാൻ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. പുരുഷന്മാര് പള്ളിയിലേക്ക് വരണം. പെണ്ണ് പള്ളിയിലേക്ക് വരാതെ വീട്ടിൽ വെച്ചുകൊണ്ട് നിസ്കരിച്ചാൽ, പുരുഷൻ ജമാഅത്തിന് വന്ന് പള്ളിയിൽ നിസ്കരിച്ചാൽ ആ അതേ കൂലി അല്ലാഹുവിന്റെ വിശുദ്ധമാകുന്ന ഇസ്ലാം പെണ്ണുങ്ങൾക്ക് വീട്ടിൽ വെച്ചുകൊണ്ട് നിസ്കരിക്കുമ്പോൾ പിന്നെ നൽകുകയാണ്. മഹദിയാകുന്ന ഉമ്മു ഹുമൈദിൻ സാഇദി റളിയല്ലാഹു അൻഹാ നബിയോടുകൂടെ നിസ്കരിക്കാൻ ആഗ്രഹമുണ്ട്. മദീനത്തെ പള്ളിയാണ്. സിദ്ദീഖുകൾ മഅ്മൂമാണ്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ നേരെ തൊട്ട് പിന്നിലുണ്ട്. ഇവർ ചെന്നുകൊണ്ട് പറയാണ്, നബിയെ എനിക്ക് അങ്ങയോടുകൂടെ നിസ്കരിക്കാൻ എനിക്ക് വല്ലാത്ത പൂതിയുണ്ട്. നബി തങ്ങൾ പറഞ്ഞ മറുപടി എന്താണ്? അല്ലയോ മോളെ, നിന്റെ ഉദ്ദേശത്തിനനുസരിച്ച് മറുപടി പറയാൻ അല്ലാഹു എന്നെ നിയമിച്ചില്ല. നിന്റെ വീടാണ് നിനക്ക് ഉത്തമം. വീടിന്റെ ഉള്ളിലാണ് ഏറ്റവും ഖൈറ്. പെണ്ണ് പള്ളിയിൽ പോയി നിസ്കരിച്ചാൽ കൂലി കുറഞ്ഞു പോകും. എന്നാലോ വീട്ടിൽ നിസ്കരിക്കുമ്പോൾ കൂലി കൂടും. ആണ് പള്ളിയിൽ നിസ്കരിച്ചാൽ കൂലി കൂടും, വീട്ടിൽ നിസ്കരിച്ചാൽ കൂലി കുറഞ്ഞു പോകും. അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നതെങ്കിൽ എല്ലാ നിയമങ്ങളും എല്ലാവിധ കാര്യങ്ങളും എല്ലാ വിഷയത്തിലും ഇസ്ലാം അതിർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആ പെണ്ണിന് സ്വർഗം കിട്ടാൻ ലോകത്തിന്റെ ഹബീബ് മഹാനാകുന്ന മുഹമ്മദ് മുസ്തഫ ആണുങ്ങൾക്ക് സ്വർഗം കിട്ടാൻ എന്ത് വേണം? പള്ളിക്ക് വരണം. എന്നാ പെണ്ണുങ്ങൾക്ക് സ്വർഗം കിട്ടാൻ നബി തങ്ങൾ പഠിപ്പിച്ച കാര്യങ്ങൾ അൽ മർഅതു ഇദാ സല്ലത്ത് ഖംസഹ, 5 നേരം കൃത്യമായി പെണ്ണ് നിസ്കരിച്ചു. വസ്വാമത്ത് സഹറഹ, അവൾ കൃത്യമായി റമദാൻ മാസം നോമ്പ് നോറ്റു. വഹഫദത്ത് ഫർജഹ, അവളുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും മാറുമറച്ചു. അന്യപുരുഷന്മാരെ കാണിക്കാതെ അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിച്ചു. വതഅത്ത് ബഅദഹ, ഭർത്താവിനെ അനുസരിച്ച് ജീവിച്ചു. സ്വന്തം ഭാര്യ വീട്ടിലുണ്ട്, ഭർത്താവ് സാധനങ്ങളുമായി വീട്ടിലേക്ക് വരുമ്പോൾ പെണ്ണൊരിക്കലും അതാ വീടിന്റെ ഉള്ളിൽ ഇരിക്കുകയല്ല വേണ്ടത്. എന്റെ ഭർത്താവ് വരുന്ന സമയമാണല്ലോ, നേരെ എഴുന്നേറ്റുകൊണ്ട് ആ ഭർത്താവിന്റെ ആ ഒരു കിറ്റും ആ ഒരു സാധനങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ എത്രമാത്രം സന്തോഷത്താവും ഭർത്താവിന്, അല്ലേ? അങ്ങനെയാണ്. അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഭർത്താവിനെ അനുസരിക്കുക, അത് ഈമാനിന്റെ അടയാളമാണ്. ഈ 4 കാര്യം ചെയ്താൽ നബി തങ്ങൾ പറയുന്നു, 1 കൃത്യമായി നിസ്കരിക്കുക, 2 ഭർത്താവിനെ അനുസരിക്കുക, 3 നോമ്പനുഷ്ഠിക്കുക, ഔറത്ത് മറക്കുക. ഈ 4 കാര്യം പെണ്ണിനുണ്ടായി കഴിഞ്ഞാൽ ഫൽതദ്ഖുൽ മിൻ അയ്യി അബ്വാബിൽ ജന്നതി ശാഅത്ത്,
സ്വർഗത്തിന്റെ ഇഷ്ടമുള്ള കവാടത്തിലൂടെ ആ പെണ്ണിനിക്ക് സ്വർഗത്തിലെത്താൻ കഴിയുമെന്ന് ലോകത്തിന്റെ ഹബീബ് മഹാനാകുന്ന മുഹമ്മദ് മുസ്തഫ. സ്വർഗത്തിന് 8 വാതിലുണ്ട്. അപ്പൊ നമുക്ക് ഏതെങ്കിലും വാതിലൂടെ ചെല്ലാൻ തൗഫീഖ് ചെയ്യട്ടെ. അതിലൊരു 8 വാതിലിന്റെ ഇഷ്ടമുള്ള വാതിലിൽ പ്രവേശിക്കാൻ പെണ്ണിന്. ഇതേപോലെ ഹദീസിൽ വന്നതാണ് ദുഹാ നിസ്കാരം. ദുഹാ നിസ്കാരം കൃത്യമായി നിസ്കരിക്കുന്ന ആൾക്ക് സ്വർഗത്തിലെ ഏത് വാതിലൂടെയും കടക്കാമെന്ന അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. നമ്മൾ റമദാനൊക്കെ അല്ലേ, സുബഹി നിസ്കാരം കഴിഞ്ഞ് പിന്നെ ഒന്ന് വിശ്രമിക്കുക, ജോലിക്കൊക്കെ പോയിട്ട് ഒരു 8 മണിക്കൊക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ ഇനിയും ഉംറ ചെയ്ത ഹജ്ജ് ചെയ്തൊരു കൂലി കിട്ടും. എന്റെ സഹോദരന്മാരെ ഞങ്ങൾക്ക് പറഞ്ഞുതരാം, നമ്മുടെ സുബഹിന്റെ ജമാഅത്തിനൊക്കെ വരുമ്പോ വെള്ളിയാഴ്ചക്ക് ചിലപ്പോൾ പിന്നെ ഒഴിവുണ്ടാകും. ആ സമയത്ത് കുറച്ചു നേരം ഖുർആനൊക്കെ ഓതി സൂര്യൻ ഉദിച്ചു. സൂര്യൻ ഉദിച്ച് ഒരു 20 മിനിറ്റ് കഴിഞ്ഞാൽ ഒരു 2 റക്അത്ത് ദുഹാ നിസ്കരിച്ചാൽ നബി തങ്ങൾ പറഞ്ഞു, താമ്മത്തിൻ താമ്മത്തിൻ താമ്മ, പരിപൂർണമായ ഹജ്ജ് ഉംറയും ചെയ്ത കൂലി കിട്ടിയെന്നാണ്. നമുക്ക് ആഴ്ചയിലോ മാസത്തിലോ ഒന്ന് ചെയ്തു നോക്കാം. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. പിന്നെ സുബഹിസ്കാരം കഴിഞ്ഞിട്ട് കുറച്ച് ദിക്റും സ്വലാത്തൊക്കെ ആയിട്ട് ഇരിക്കുക. സൂര്യ അസ്തമിച്ചാൽ ഇപ്പൊ 6:15 അസ്തമിക്കും. ഒരു 7:10 2 റക്അത്ത് ദുഹാ നിസ്കരിച്ചു. എത്ര കൂലിയാ? ഒരു ഹജ്ജ് ഉംറയും ചെയ്ത കൂലിയാണ്. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ. അല്ലാഹു യഥാർത്ഥമായ ഹജ്ജ് ഉംറയും ചെയ്യാൻ പോകാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഹാജിമാരോടുണ്ടോ? ഹജ്ജ് ചെയ്തിട്ടില്ലേ? അല്ലാഹു അൽഹംദുലില്ലാഹ് നമ്മൾ ഹജ്ജൊക്കെ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. സഹോദരന്മാരെ സഹോദരിമാരെ, ആ ഒരു പിന്നെ ദിക്റും സ്വലാത്തും ചൊല്ലി നമ്മുടെ ജീവിതത്തിൽ അതാ സ്ത്രീകൾ സഹോദരിമാര് ദീനിയായ രൂപത്തിൽ ജീവിച്ചുകൊണ്ട് അതാ ആ ഒരു ഭർത്താവിനെ പൊരുത്തപ്പെടിച്ചുകൊണ്ട് ജീവിച്ചു കഴിഞ്ഞാൽ ആ പെണ്ണിലേക്ക് സ്വർഗത്തിന്റെ ഇഷ്ടമുള്ള മുഖപാടത്തോടെ പ്രവേശിക്കാൻ കഴിയുമെന്ന് ലോകത്തിന്റെ ഹബീബ് മഹാനാകുന്ന മുഹമ്മദ് മുസ്തഫ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ, എന്റെ സഹോദരിമാരെ, എന്റെ ഉമ്മമാരെ, റമദാനാണ് വരുന്നത്. ഹൃദയം ശുദ്ധിയാക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. നമുക്കൊരിക്കലും കരയിൽ വരുന്നില്ല, സങ്കടം വരുന്നില്ല. സങ്കടം ചെയ്യലാണ്, സങ്കടം ഉണ്ടാവലാണ് തൗബ. മനസ്സിലെ ഖേദം വരുക, അതാണ് തൗബ. മഹാന്മാരാകുന്ന മുൻഗാമികൾ അവർക്ക് വല്ലാത്ത പേടിയുണ്ടായിരുന്നു, വല്ലാത്ത ഖേദമുണ്ടായിരുന്നു. നിങ്ങൾക്കറിയില്ലേ, മഹാനാകുന്ന സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു വഴിയുടെ സഞ്ചരിക്കുമ്പോൾ മുഅ്മിനീങ്ങളെ അതാ വിശുദ്ധമാവുന്ന ഖുർആൻ അല്ലാഹുവിന്റെ കലാം അങ്ങോട്ട് കേൾക്കുമ്പോൾ, ഇന്ന അദാബ റബ്ബിക ലവാഖി മാ ലഹു മിൻ ദാഫി, നബിയേ അങ്ങയുടെ റബ്ബിന്റെ ശിക്ഷ വലുതാണ്. ആ റബ്ബിന്റെ ശിക്ഷ തടുക്കാൻ ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല. ഈ ആയത്തങ്ങട്ട് കേൾക്കുമ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ബോധം കെട്ട് വീഴുകയാണ്. കല്ലാ ഇന്ന അദാബ റബ്ബിക ലവാഖി മാ ലഹു മിൻ ദാഫി, ആ ശിക്ഷയെ തടുക്കാൻ ഒരാൾക്കും കഴിയൂല എന്നുള്ള ആയത്തങ്ങട്ട് കേൾക്കുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ബോധം കെട്ട് വീണു. കൂട്ടുകാർ ഉമർത്തങ്ങളെ അതാ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. ചരിത്രം പറയുന്നു, 7 ദിവസം കഴിഞ്ഞിട്ടാണ് ഉമർത്തങ്ങൾക്ക് ബോധം വന്നത്. അതാണ് ഖുർആൻ പറഞ്ഞത്, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന, ആരാണ് മുഅ്മിനീങ്ങൾ? ഇദാ ദുക്കിറല്ലാഹ്, അല്ലാഹുവിനെ പറയപ്പെട്ടാൽ, അല്ലാഹ് എന്നുള്ള ആ ഒരു വചനം കേട്ടാൽ, വജിലത്ത് ഖുലൂബുഹും, മുഅ്മിനീങ്ങളെ ഹൃദയം പേടിക്കുന്നു. മുഅ്മിനീങ്ങളെ ഹൃദയം വിറക്കുകയാണ്, പേടിക്കുകയാണ്. വൈദാ തുലിയത് അലൈഹിം ആയാതു, അല്ലാഹുവിന്റെ ആയത്ത് അവർക്ക് ഓതി കേൾപ്പിച്ചു കഴിഞ്ഞാൽ സാദത്തുഹും ഈമാനാ, ഖുർആൻ ഓതുമ്പോൾ ഈമാൻ വർദ്ധിക്കുന്നു. എന്റെ ഉമ്മമാരെ, ഖുർആൻ എപ്പോഴും നമ്മൾ ഓതണേ, എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണേ. ഖുർആൻ പഠിച്ചത് മറക്കുന്നത് വലിയ പാപമാണ്, വലിയ ശിക്ഷയാണ്. ലോകത്തിന്റെ ഹബീബ് മഹാനാകുന്ന മുഹമ്മദ് മുസ്തഫ തങ്ങൾ പഠിപ്പിച്ചില്ലേ, ഒരു മനുഷ്യൻ ഇങ്ങനെ ആ കമിഴ്ന്നു കിടക്കുന്ന മനുഷ്യന്റെ വീതം പാറക്കല്ല് കൊണ്ട് ഒരാളിങ്ങനെ കയറിയുന്നുകൊണ്ട് തല ഇങ്ങനെ അടിച്ചു പൊട്ടിക്കുമ്പോൾ, ഈ ഇടിയുടെ ആഘാതം കൊണ്ട് തല പൊട്ടിപ്പോകുന്നു, കല്ല് തെറിച്ചു പോകുന്നു. വീണ്ടും ആ കല്ലെടുക്കാൻ വേണ്ടി പോകുമ്പോൾ
ഈ തല പൂർവസ്ഥിതിയിലേക്ക് മടങ്ങുന്നു. വീണ്ടും കല്ലുകൊണ്ട് തല അടിച്ചു പൊട്ടിക്കുന്നു, കല്ല് തെറിക്കുന്നു. ആ കല്ലെടുത്ത് വരുമ്പോഴേക്കും ഈ ശരീരഭാഗം കൂടി പോകുന്നു. നബി തങ്ങൾ ചോദിക്കുന്നു, ഈ മനുഷ്യൻ ചെയ്ത തെറ്റെന്താണ്? ഒരു ഖുർആൻ പഠിച്ചു, പക്ഷെ അത് ഓതാത്തത് കൊണ്ട് മറന്നുപോയി. എന്റെ ഉമ്മമാരെ, നമ്മുടെ കുട്ടികളെ ഇപ്പൊ മദ്രസയൊക്കെ പൂട്ടി. ആ സമയത്ത് കുട്ടികൾക്ക് പെട്ടെന്ന് ഒട്ടകത്തിന്റെ കയറ് നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ ആ ഒട്ടകം ഇങ്ങനെ അല്ലെങ്കിൽ മൃഗങ്ങളിങ്ങനെ നമ്മുടെ മൂലിനെ പോത്തിനോ വളർത്തുന്ന ആളുകളാണെങ്കിൽ ആ കയറ് പോയി കഴിഞ്ഞാൽ പിന്നെ മൂലിനെ കാണില്ല, പോത്തിനെ കാണില്ല. അതേപോലെ ഖുർആൻ ഓതാത്ത കുട്ടികൾ ആ ഒരു ഖുർആൻ പഠിച്ചത് മറക്കുന്നത് വലിയ തെറ്റാണ്. അതുകൊണ്ട് എന്റെ ഉമ്മമാരെ, നമ്മൾ ആ കുട്ടികളൊക്കെ സുബഹി നിസ്കരിപ്പിച്ച് നമ്മൾ എഴുന്നേൽക്കുമ്പോൾ ആ വീട്ടിൽ വല്ലാത്ത ബർക്കത്താണ്. നമ്മൾ രാവിലെയൊക്കെ നേരത്തെ എഴുന്നേറ്റ്, നമ്മളിപ്പോ ഈ മദ്രസയിലേക്ക് ഉമ്മമാർക്ക് വലിയ പണിയുണ്ടാവില്ല. നമ്മൾ നേരത്തെ എഴുന്നേൽക്കണം, ആ കുട്ടികളെ സുബഹി നിസ്കരിപ്പിക്കണം. അതിന് വല്ലാത്ത ബർക്കത്താണ്. അള്ളാഹു ബർക്കത്ത് ചെയ്തൊരു ജീവിയാണ് ആട്. ബർക്കത്ത് ചെയ്യാത്തൊരു ജീവിയാണ് നായ. നായന്റെ സ്വഭാവം എന്താ? നായ എത്ര പിന്നെ നേരത്തെ ഉറക്കിയാലും വൈകിയാലും നായ സുബഹിന്റെ സമയത്ത് കടന്നുറങ്ങുന്ന സ്വഭാവം. ആടോ, ആടിന് എത്ര ഉറക്കൊഴിച്ചാലും ആ ആടിന് ഒരു ബർക്കത്താകുന്ന കാരണം സുബഹിന്റെ സമയത്തൊന്ന് എഴുന്നേറ്റ് തലക്കെ കുടഞ്ഞല്ലേ കേട്ടല്ലേ? അതാണ് ആടിന്റെ ബർക്കത്തിൽ അല്ലാഹു ബർക്കത്ത് നൽകിയത്. ഈ നായന് ഒരിക്കലും ബർക്കത്തില്ല. നായനെ പടച്ചതിനെ എവിടെ നിന്ന് അറിയും? നായനെ പടച്ചത് ഇബ്ലീസ് തുപ്പിയ ഭാഗത്തുനിന്നാണ്. മഹാനാവുന്ന നബിയുല്ലാഹി ആദം അലൈഹിസ്സലാത്തു വസ്സലാം സ്വർഗ്ഗത്തിന്റെ പുറത്ത് പിന്നെ ഒരു രൂപം അല്ലാഹു തആല ഉണ്ടാക്കി വെച്ചപ്പോ അന്ന് ഇബ്ലീസ് സ്വർഗ്ഗത്തിലാണ്. ഇബ്ലീസ് ഇങ്ങനെ സ്വർഗ്ഗത്തിന്റെ പുറത്ത് വന്നപ്പോ പിന്നെ ഒരു രൂപം കാണുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ് ഇബ്ലീസ് ചോദിക്കുകയാണ്, എന്താ ഈ സാധനം? ഈ സാധനം എന്താ? അത് ശേഷം പടക്കപ്പെടാൻ പോകുന്ന മനുഷ്യരൂപമാണ്. അപ്പൊ ഇബ്ലീസിന് അത് വല്ലാത്ത രസം തോന്നിയില്ല. ഒരു തുപ്പങ്ങനെ കൊടുത്ത് സുബ്ഹാനല്ലാഹ്, ഇത് ശേഷം ഇബ്ലീസ് ആവുന്ന അല്ലാഹുവിന് അറിയാം, മലക്കുകൾക്ക് അറിയാം. കാരണം സ്വർഗത്തിലും മലക്കുകൾക്ക് ഉസ്താദായിരുന്നു. അപ്പൊ ഇനിയിപ്പോ ഇബ്ലീസിന്റെ ആ ഒരു അവസ്ഥ ഇഷ്ടപ്പെട്ടുണ്ടാകാൻ പാടില്ലല്ലോ. അങ്ങനെ അതങ്ങോട്ട് നുള്ളിക്കളഞ്ഞു. അതാണ് നമ്മുടെ ശരീരത്തിലൊരു കുയ്യ് പൊക്കളുണ്ടായത്. അങ്ങനെയാണ് എല്ലാവർക്കും ഇല്ല പൊക്കള് ഉണ്ടാകാനുള്ള കാരണം ഇബ്ലീസ് തുപ്പിയത് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ശരീരത്തിലായപ്പോൾ നുള്ളിക്കളഞ്ഞു. എന്നിട്ട് ഇനിയിപ്പോ ആ സാധനം എന്താ ചെയ്യാ? അതുകൊണ്ട് അല്ലാഹു തആല നായനെ പടച്ചു. അപ്പൊ ഇബ്ലീസ് തുപ്പിയ ഭാഗത്തു നിന്നാണ് നായനെ പടച്ചത്. എന്നാൽ സഹോദരന്മാരെ, ആ ഒരു ബറക്കത്ത് ഒരിക്കലും നായക അല്ലാഹു ചെയ്തിട്ടില്ല. അപ്പൊ ആ ഒരു ബറക്കത്തില്ലാത്ത പരിപാടിയാണ് സുബീസ്കരിക്കാതെ കടന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മളെ മക്കളെ ആ രൂപത്തിൽ വളർത്താൻ വേണ്ടി എന്റെ ഉമ്മമാരെ ഈ റമദാനിന്റെ മുന്നൊരുക്കത്തെ പ്രഭാഷണത്തിൽ നാം ഒക്കെ ശ്രദ്ധിക്കണം. അപ്പൊ മഹാനാകുന്ന സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ ആയത്ത് കേട്ട് കരഞ്ഞു ബോധം പോയി. ഒരു 7 ദിവസം കഴിഞ്ഞിട്ടാണ് ബോധം തിരിച്ചു കിട്ടിയതെങ്കിൽ എന്റെ സഹോദരന്മാരെ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എല്ലാ സമയത്തും ഇങ്ങനെ കരയുന്നു. എന്തിനാ? അല്ലാഹുവിന്റെ ശിക്ഷയെ പേടിച്ചുകൊണ്ട്. മിൻ ഖദ്ദി ഫാറൂഖി മിനൽ ഖുലഫായി ഖത്താനി അസ്ബാ താനി മിൻ ബുക്കായി. ഉമർ റളിയല്ലാഹു അൻഹു മുഖത്ത് ഇങ്ങനെ സ്വഹാബികൾ നോക്കുമ്പോൾ ഇങ്ങനെ കരഞ്ഞ വെള്ളം കണ്ണിനീരികൾ ഒഴുകിയത് കൊണ്ട് 2 കറുത്ത വരകൾ ഞങ്ങൾ കാണുമായിരുന്നു എന്ന് മഹാന്മാരാകുന്ന സഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹു പറഞ്ഞതെങ്കിൽ എന്റെ സഹോദരന്മാരെ, നമുക്കറിയില്ലേ മഹാനാകുന്ന സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ മൂന്നാമത്തെ ഖലീഫയാണ്. ഖബർ കാണുമ്പോൾ കരയുകയാണ്. നമുക്ക് ഖബർ കാണുമ്പോൾ ഒരു പേടിയില്ല, ഖബർ കാണുമ്പോൾ കരയുകയാണ്. സ്വഹാബികൾ ചോദിക്കുന്നു, അനുയായികൾ ചോദിക്കുന്നു, അല്ലയോ ഉസ്മാൻ തങ്ങളെ, നിങ്ങൾ നരകത്തെ ഓർക്കുമ്പോൾ കരയുന്നില്ല, മഹ്ശറയെ കുറിച്ച് ഓർക്കുമ്പോൾ കരയുന്നില്ല, ഖബർ കാണുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ കരയുന്നത് ചോദിക്കുമ്പോൾ മഹാനവകൾ പറഞ്ഞ മറുപടി, എന്റെ ഉമ്മമാരെ, സഹോദരിമാരെ, നമ്മളൊക്കെ ശ്രദ്ധിക്കണം. അതാ, ഞാൻ നരകത്തിലായാലും മഹ്ശറാലോകത്തായാലും എന്നോടുകൂടെ എന്റെ കൂട്ടുകാരുണ്ടാകും, എന്നോടുകൂടെ ആരെങ്കിലൊക്കെ ഉണ്ടാകും. എന്നാൽ ഖബറാകുന്ന ജീവിതത്തിൽ ഞാൻ എത്തിക്കഴിഞ്ഞാൽ കരിമ്പാമ്പും കരിന്തേളും ഖബറിൽ വന്നണയുന്നു, തിരിയാനും അറിയാനും സ്ഥലമില്ലല്ലോ. ആ പാമ്പുകളും തേളുകളും നിറഞ്ഞ ഖബറിൽ ഞാൻ ഒറ്റക്കാണ്. എനിക്ക് ടൈം പാസിന് വേണ്ടി, സമയം കളയാൻ വേണ്ടി, സംസാരിച്ചുകൊണ്ട് സമയം നീക്കാൻ വേണ്ടി ഒരാളും എനിക്ക് കൂട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ
കരയുന്നതെന്ന് സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു പറഞ്ഞതെങ്കിൽ എന്റെ മുഅ്മിനീങ്ങളെ ആ ഖബറിൽ നാമൊക്കെ പോയി കിടക്കേണ്ടവരല്ലേ? ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു അൽ ഖബ്റു യുനാദി കുല്ല യൗമിൻ 5 മററാത്ത് 5 പ്രാവശ്യം ഒരു മനുഷ്യനെ ഖബറിൽ നിന്ന് വിളിക്കുമെന്ന് ലോകത്തിന്റെ ഹബീബ് മഹാനാകുന്ന